നമുക്കെന്ത് വിശേഷം? അങ്ങനെ അങ്ങ് പോകുന്നു. അങ്ങനെയൊക്കെ പോയാ മതിയോ? നമുക്കൊന്ന് ഹാപ്പി ആവട്ടെ. ആ അളിയ, അളിയനിവിടെ ഉണ്ടായിരുന്നു. മോളെ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്? ഹരിതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അളിയനിങ്ങ് കൂട്ടിക്കൊണ്ടുവാ. അല്ല, പ്രകാശന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തതുപോലെ. സന്തോഷക്കുറവുള്ളതുകൊണ്ട് അത് മുഖത്ത് കാണുന്നു എന്ന് പറയുന്നതാ ശരി. പിന്നെ വിക്രം അന്യനല്ലല്ലോ, അതുകൊണ്ടൊന്നും മറച്ചു വയ്ക്കുന്നുമില്ല. ഈ വീട്ടിലിപ്പോ 2 അടുക്കള. 2 അടുക്കള? പ്രകാശേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? 2 അടുക്കളയെന്നോ? അതെ, ഈ വീട്ടിലിപ്പോ 2 വാടകക്കാരാ. 2 വാടകക്കാരോ? അതെ, ഞാനും എന്റെ കുടുംബവും സെപ്പറേറ്റ് വാടക കൊടുക്ക ഇപ്പോ. ഒന്നുമില്ല മോനെ. വീട്ടിലെ ചെലവുകള് പ്രകാശൻ കൂടി നോക്കണമെന്ന് പറഞ്ഞപ്പോ പ്രകാശന്റെ വാശിക്ക് അവൻ 2ആയിട്ട് പാചകം തുടങ്ങി. അത്രേ ഉള്ളൂ. എച്ചിക്കണക്ക് പറയുന്ന ആരായാലും അതിനുള്ള മറുപടി ഉടനെ കൊടുക്കുന്നതാ എന്റെ രീതി. എങ്കിൽ ഇവൻ ജനിച്ച അന്ന് മുതലുള്ള കണക്കുകൾ ഞാൻ എഴുതി വെക്കണമായിരുന്നല്ലോ. ഒരു മകനുണ്ടായാൽ അതിനെ വളർത്തി വലുതാക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുള്ളതാണ്. അതിന്റെ കണക്കെടുപ്പൊന്നും പറയാൻ നിൽക്കരുത്. എടാ, കല്യാണം കഴിഞ്ഞ അച്ഛയും കൊണ്ട് വേറെ വീട് മാറണമായിരുന്നു. അല്ലാതെ അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ സ്വന്തം വീട്ടിൽ തൂങ്ങിപ്പിടിച്ച് ഇങ്ങനെ കിടക്കരുത്. ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും മകനും ഇവിടെ താമസിച്ചതായി കുറ്റം. ഇന്ന് വരെ ഞാനൊരു കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. ഇലക്ഷൻ അടുത്ത് വരെയല്ലേ? നിയമസഭാ സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ? അല്ല, MLA നമ്മുടെ അടുത്ത ആളാണെന്ന് പറയാലോ. ഇക്കൊല്ലം നിൽക്കാൻ താല്പര്യമില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അല്ല, ജഗനെ പോലുള്ള ചെറുപ്പക്കാര് പൊളിറ്റിക്സിലേക്ക് വരണം, എന്നാലൊരു മാറ്റം ഉണ്ടാവും. ആദ്യം ഒരു ജോലി, പിന്നെ കുറച്ചുനാൾ സ്വസ്ഥമായിട്ട് കുടുംബഭരണം നടത്തണം. ശരിയാ ജഗ. ഈ കുടുംബം, കുട്ടികള്, അതിന്റെ ഒരു സുഖം ഒന്നിനും കിട്ടില്ല. വല്ലാത്ത അവസ്ഥയായല്ലോ. സുചിത്രയുടെ മൊബൈൽ ചാർജ് ചെയ്തത്. മൊബൈൽ ചാർജ്. പ്രകാശേട്ടന്റെ കണക്കുകൂട്ടലൊന്നും തീർന്നില്ലേ ഇതുവരെ? എന്റെ കണക്കൂട്ടലൊക്കെ ഓരോരുത്തർ പൊളിച്ചുകൊണ്ടിരിക്കല്ലേ. നീ എപ്പോന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അല്ല, സുചിത്രയുടെ ഇവിടെ? അകത്ത് കാണും. ഇവിടുത്തെ 2 അടുക്കള സിസ്റ്റം ഒക്കെ മാറിയോ? അത് മാറാൻ വേണ്ടി ചെയ്തതല്ലോ, സമാധാനത്തിന് വേണ്ടി ചെയ്തതല്ലേ. എന്തൊക്കെ പ്രകാശേട്ടൻ പറയുന്നേ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അന്നൊന്നും 2 അടുപ്പ് പൊതിഞ്ഞിട്ടില്ലല്ലോ. ഞാനും എന്റെ കുടുംബവും ഭാരമാണെന്ന് പറയുമ്പോ അത് മൗനമായിട്ട് കേട്ടിരിക്കാൻ ഈ പ്രകാശനം കിട്ടില്ല. പറയുന്നത് ആരാണെന്ന് കൂടി നോക്കിട്ട് വേണം പ്രകാശേട്ട പ്രതികരിക്കാൻ. പ്രകാശേട്ടനെ പോറ്റി വളർത്തിയ അച്ഛനോടാണോ മത്സരിക്കുന്നത്, അതോ അമ്മയോടോ? വന്ദനെ, നിന്നേക്കാൾ കുറച്ചോണം അധികമുണ്ടതുകൊണ്ട് ഞാൻ പറയാം. അച്ഛനും അമ്മയും മക്കളുടെ കാര്യത്തിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. കിട്ടിയ സമ്പാദ്യമെല്ലാം ഒരു മകന് മാത്രം കൊടുക്കുമ്പോ മറ്റു മക്കളുടെ നെഞ്ചു നീറുന്നത് തിരിച്ചറിയണം. ഇനി ഞാൻ വീട് വെച്ച് മാറുന്നത് വരെ തൽക്കാലം 2 പാചകമായിട്ട് തന്നെ പോട്ടെ.
അതൊന്നും ശരിയാവില്ല പ്രകാശേട്ടാ. ശരിയാകും, ശരിയായേ പറ്റൂ. മതി 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 മതി. വന്ന ഉടനെ രണ്ടാളും തുടങ്ങിയോ? തുടങ്ങി വർഷാന്റി. ചേച്ചി ഇങ്ങോട്ട് വന്നേ. എന്ത് വില കൊടുത്തിട്ടാണേലും ഈ 2 അടുക്കള സിസ്റ്റം അധിക നാള് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ. നീ ഇത് കുടിച്ചേ. എന്താ മോളെ, എന്തോ നിനക്കെന്നോട് പറയാനുണ്ടല്ലോ? ഒന്നുമില്ല ചേച്ചി. ഇല്ല, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. മോള് പറ. ചേച്ചി, ഏട്ടൻ. എന്താ മോളെ? വിക്രം നിന്നെ ഉപദ്രവിക്കോ? ഇല്ല ചേച്ചി. പിന്നെ ഏട്ടൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഒരു പക്ഷേ. പറയാം.